നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ എല്ലാ വചനം എല്ലാത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ള, ദൈവമേ നീ എന്നെ ഒന്ന് തൊടണം, ദൈവമേ നീ എന്നെ ഒന്ന് സ്പർശിക്കണം. എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ബന്ധങ്ങളെ, എൻ്റെ വിശുദ്ധ ജീവിതത്തെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ, ഏതു മേഖലയിലാണോ ദൈവത്തിൻ്റെ ഒരു സ്പർശനം വേണ്ടത് ആ മേഖലയിൽ ദൈവം തൊടാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, ദൈവമേ ഈ മേഖലയിൽ മാത്രം നീ എന്നെ ഒന്ന് തൊട്ടാൽ മതി. രോഗങ്ങൾ ഏതുമാകട്ടെ, പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ഏതെല്ലാം ബുദ്ധിമുട്ടുണ്ടോ, ഏതെല്ലാം ബലഹീനതകളുണ്ടോ, ഏതെല്ലാം തടക്ക് ദോഷങ്ങളുണ്ടോ, നിർബന്ധിതമായി വീണു പോകുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ, ഏതെല്ലാം ദുരാത്മ സ്വാധീനങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, അനിയന്ത്രിതമായി നിൽക്കുന്ന വൈകാരികതകളുണ്ടോ, എല്ലാറ്റിൻ്റെ മേലും ദൈവമേ നിന്റെ സ്വർഗത്തിന്റെ അഗ്നി ഇറക്കണമേ, നിന്റെ ഒരു സ്പർശനം തരണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും. നമുക്കെല്ലാം ദൈവത്തെ സ്പർശിക്കാനും ദൈവത്തിന് നമ്മളെ സ്പർശിക്കാനും പറ്റാത്ത എന്തോ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ജോലി തടസ്സം മാറാനായിരിക്കും പ്രാർത്ഥിക്കുന്നത്, വിവാഹ തടസ്സം മാറാനായിരിക്കും പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ. ഈ തടസ്സങ്ങളൊക്കെ മാറുന്നത് ദൈവം നമ്മളെ സ്പർശിക്കുമ്പോഴാണ്.